ആലപ്പുഴ കായംകുളം താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയുടെ പ്രവർത്തനം നിലച്ചിട്ട് മാസങ്ങളാകുന്നു. ഇതോടെ മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് പൊതുജനങ്ങൾ. മോർച്ചറിയുടെ പ്രവർത്തനം എത്രയും വേഗം തുടങ്ങണമെന്ന ആവശ്യം ശക്തമാണ്. കായംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ 4 ഫ്രീസറുകളാണുള്ളത്. ഇവ 4ഉം പ്രവർത്തനരഹിതമായതോടെയാണ് മോർച്ചറിയുടെ പ്രവർത്തനം നിലച്ചത്. വർഷങ്ങൾ പഴക്കമുള്ള ഫ്രീസറുകൾ അറ്റകുറ്റപ്പണികൾ നടത്തിയാണ് കഴിഞ്ഞ 1 മാസം മുൻപ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വേണ്ട വിധത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ഫ്രീസറുകൾ ഒരുപോലെ കേടുവരാൻ കാരണമെന്നാണ് ആക്ഷേപം. നഗരസഭ ഭരണാധികാരികൾക്ക് പോലും ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു പെരുമാറ്റമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സ്വകാര്യ ഹോസ്പിറ്റലുകളെ സഹായിക്കുക എന്നുള്ളതാണ്, അവരിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ കൈപ്പറ്റുക എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത്. മോർച്ചറി പൂട്ടിയതോടെ ആശുപത്രിയിൽ മരിക്കുന്ന രോഗികളുടെ മൃതദേഹങ്ങളും പുറത്തുനിന്നുള്ള മൃതദേഹങ്ങളും സൂക്ഷിക്കാൻ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ജനങ്ങൾ. മുൻപ് കായംകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇവിടേക്കാണ് കൊണ്ടുവന്നിരുന്നത്. എന്നാൽ മോർച്ചറിയുടെ പ്രവർത്തനം നിലച്ചതോടെ കിലോമീറ്ററുകൾ അകലെയുള്ള വണ്ടാനം മെഡിക്കൽ കോളേജിനെയാണ് ജനങ്ങൾ ഇപ്പോൾ ആശ്രയിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.